നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിക്കണം. കാരിരുമ്പ് പോലെ ഉറച്ച ഈമാനിന്റെ കരുത്തുമായി ഈ ദുനിയാവിൽ ജീവിക്കണം. നിങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകും, അത് കച്ചവടത്തിലുണ്ടാകും, വിവാഹ പ്രശ്നങ്ങളുണ്ടാകും, കുടുംബത്തിലുണ്ടാകും. ഇതെല്ലാം സഹിക്കാൻ കഴിയുന്ന വിശാലമായൊരു ഖൽബ് അതുണ്ടാണ്. അതുകൊണ്ടാണ് ദീനിനെ കുറിച്ച് ഇൽമും അറിവും ജ്ഞാനവുമുള്ള ആളുകൾ അവരുടെ ദുആയിൽ എപ്പോഴും റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, ഹൃദയവിശാലത. ഇപ്പൊ ഞാൻ കണ്ട കാഴ്ച ഉണ്ടല്ലോ, ശരിക്കും ഇറങ്ങി ഡോറടച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവനെ പിടിച്ചിട്ട് റോഡിലിട്ട് 4 അടി അടിക്കാനുള്ള സ്വഭാവം കാട്ടി. പക്ഷെ ഞാൻ ക്ഷമിച്ചിരിക്കുക. അവിടെ ഇപ്പൊ എന്റെ ഭാര്യ പറഞ്ഞത് എന്നെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ മോൻ എന്നോട് പെരുമാറിയത് വല്ലാത്ത പ്രശ്നമാണ്. വാപ്പ ഇപ്പൊ ചെയ്തത് എന്നെ കോപിഷ്ഠനാക്കിയിട്ട്. പക്ഷെ ഇൻഷിറാഹുൽ ഖൽബ് നമുക്കുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിക്ക് ഉണ്ടായിന്ന മനസ്സിലാവണ്ട ഞാൻ പറയുന്നത്. ഇത് ജീവിതത്തിലില്ലെങ്കിൽ എപ്പോഴും നിരാശയിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവരങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ ബന്ധുക്കാരെങ്ങനെ പറയുമ്പോൾ മറ്റാളിങ്ങനെ പറയുമ്പോൾ എന്നാ നമുക്കൊരു ഉറച്ച ഈമാൻ. നമ്മൾ തെറ്റുകാരല്ലാത്തിടത്തോളം കാലം, തെറ്റുകൾക്ക് പിന്തുണ നൽകാത്തിടത്തോളം കാലം, തിന്മകളോട് രാജിയാകാത്തിടത്തോളം കാലം, നന്മകളെ സ്നേഹിക്കുന്നിടത്തോളം കാലം അള്ളാഹ് നമ്മളെ തോൽപ്പിക്കൂല എന്നതിന്റെ മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് യുഗാന്തരങ്ങൾ ജീവിച്ച മനുഷ്യർക്ക് സന്മാർഗദർശികളായ പ്രവാചകന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അനുധാവനം ചെയ്തവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. പ്രയോഗിക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ പുലർത്താൻ പറ്റാത്ത ഒരു ദീന് അള്ളാഹു എന്തായാലും നമുക്ക് തരൂല. അങ്ങനെ വല്ലൊന്നും ദീനായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുണ്ടാക്കിയതാണ്. ആ മാമൂലുകൾ വിവാഹം കഴിക്കുമ്പോൾ ഇത്ര കൊടുത്തില്ലെങ്കിൽ അവിടെ കല്യാണം നടക്കൂല, ഇങ്ങനെ പോയില്ലെങ്കിൽ അവരവിടെ സ്വീകരിക്കൂല. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ആരുണ്ടാക്കിയതാണ്? റസൂലുള്ളാഹി പള്ളിയിലുമൊക്കെ വെച്ചാടാ നിന്റെ സുഗന്ധമൊക്കെ കാണുന്നുണ്ടല്ലോ, എന്ത് പറ്റി, എന്താന്ന് വെച്ചപ്പോ റസൂലിന്റെ കല്യാണം കഴിഞ്ഞ റസൂലെ ആണോ? റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെങ്ങും കല്യാണം വിളിച്ചില്ലെങ്കിൽ അത് മതി, ആ ചങ്ങായിട്ടുള്ള മുഴുവൻ ബന്ധവും നമ്മൾ അവസാനിപ്പിക്കും. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു പരമകാരുണികനായ പടച്ചവൻ ഹൃദയവിശാലതയോടുകൂടി ഈ ലോകത്ത് നമ്മളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ സംഭവ വികാസങ്ങളിലും ക്ഷമയോടെ, സഹനത്തോടെ, നല്ല ഉൾക്കാഴ്ചയോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു